ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ, ടാനിയുടെ ബർത്ത്ഡേ വീഡിയോ ആണ് ഇത്. ഞാൻ 2-3 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ, ചെറിയ ചെറിയ ക്ലിപ്പ് എടുത്ത് വെച്ചാണ്. ഇന്നൊരു ഫ്രൈഡേ ആണ്, അപ്പോൾ ഇന്ന് സെമിക്ക് ഓഫുള്ള ദിവസം കൂടിയാണ്. അപ്പോൾ ടാനിക്ക് ഞങ്ങൾ ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചിരുന്നത് ഷീനിൽ നിന്ന് ഓർഡർ ചെയ്യണമെന്നായിരുന്നു. കാരണം ഞാൻ ലാസ്റ്റ് ബർത്ത്ഡേ, അതായത് ടാനിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ എടുത്തിരുന്നത് ഷീനിൽ നിന്നായിരുന്നു. എനിക്ക് നല്ല ഡ്രസ്സ് ഷീനിൽ നിന്നാണ് കേട്ടോ കിട്ടാറുള്ളത്. അവന് എല്ലാ ഡ്രസ്സും ഞാൻ അതിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കാറ്. പിന്നെ നമ്മൾ ഫ്രണ്ട്സ് ഗിഫ്റ്റ് ചെയ്യുന്നതാണ് ഇവിടുന്ന് ബ്രാൻഡുകൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ കാർട്ടേഴ്സ് എന്ന് പറഞ്ഞ കുട്ടികളുടെ ഷോപ്പിൽ വന്ന കേട്ടോ. ഇവിടെ നാഗ്ര ഫോൾസിലുള്ള ഒരു സ്റ്റോറാണിത്. അപ്പോൾ ക്രിസ്മസ് ആയപ്പോൾ അധികം ക്രിസ്മസ് തീം, പിന്നെ ഇവിടെ വിൻ്റർ ആയല്ലോ, അപ്പോൾ സമ്മർ ഡ്രസ്സ് അങ്ങനെ ഒന്നുമില്ല. കാഷ്വൽ ആയിട്ടുള്ള ഞാനൊരു ഷർട്ടാണ് കേട്ടോ നോക്കിയിരുന്നത്, ഒരു ബ്ലൂ ഷർട്ട്. കളർ ഞാൻ ബ്ലൂ ആണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നപ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് ഗസ്സിൻ്റെ സ്റ്റോറുണ്ട്. അങ്ങനെ 2-3 സ്റ്റോറ്, കുറേ സ്റ്റോറ് ഇവിടെ കുട്ടികളുടെ കുറവാണ്. എന്നാലും ഇവിടെയുള്ള 2-3 സ്റ്റോറുകളിൽ ഞാൻ കയറി, എവിടെയും കാണാനില്ല. എല്ലാം ക്രിസ്മസ് ബേസ്ഡ് സംഭവങ്ങളും വിൻ്റർ ബേസ്ഡുമാണ്. ഞാൻ ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ, എന്ത് ചെയ്യും എന്നുള്ള. പിന്നെ ഇനി ഒരു ഓപ്ഷൻ ഉള്ളത്, ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു വിന്നേഴ്സ് ഉണ്ട്. അവിടെയാണ് ഞങ്ങൾ എപ്പോഴും പർച്ചേസിൽ ജസ്റ്റ് പോയിട്ട് എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ എപ്പോഴും എടുക്കാറ് വിന്നേഴ്സിനാണ്. അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടലും നല്ല ഡ്രസ്സ് കിട്ടാറുണ്ട് കേട്ടോ. ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ നല്ലത് അവിടെ നിന്ന് കിട്ടാറുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ കാര്യങ്ങളൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ എന്നാലും വേറെ ഷോപ്പിലൊക്കെ കയറി നോക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്കുള്ള ഡ്രസ്സ് പിന്നെയും നോക്കാമല്ലോ, അവനുള്ള ഡ്രസ്സാണല്ലോ കിട്ടേണ്ടത് നമുക്ക് മെയിനായിട്ട്. അപ്പോൾ ഞാൻ എവിടെ മിറർ കണ്ടാലും ഫോട്ടോ എടുക്കൂട്ടോ. എൻ്റെ ഫ്രണ്ട്സ് കളിയാക്കാറുണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട്. എല്ലാ വീഡിയോയിലും ഞാൻ എൻ്റെ മിറർ വീഡിയോ ഇടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇനി നേരെ ഞങ്ങൾ കോസ്കോയിലോട്ടാണ് പോണത്. ഇവിടെ നിന്ന് വേണം ഞങ്ങൾക്ക് ഇനി ജുമാക്ക് പോകാനുണ്ട് കേട്ടോ, ഇവിടെ പള്ളിയിൽ പോകാനുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടി ഉണ്ട്. ആ സമയം കോസ്കോയിൽ ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്യാൻ കയറണം എന്ന് വിചാരിച്ചു. നമുക്ക് വീട്ടിലേക്കുള്ള അല്ലറ ചില്ലറ സാധനം വാങ്ങിക്കാനുണ്ട്. പിന്നെ ഇവിടെ ടാനിക്കുള്ളത് നോക്കാൻ വേണ്ടി വന്നാണ്, കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. പിന്നെ ടാനിക്ക് സ്ലീപ്പ് വെയർ നോക്കണമെന്നുണ്ടായിരുന്നു, അത് ഇവിടെ കിട്ടുകയാണെങ്കിൽ നോക്കണമെന്നുണ്ട്. പിന്നെ സെമിക്ക് ഡ്രസ്സ് നോക്കണമെന്ന് വിചാരിച്ച് പോയതല്ല, പക്ഷേ ഇവിടെ നിന്നൊരു ഷർട്ട്, നല്ലൊരു ഷർട്ട് കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ സെമിക്ക് ഇവിടെയുള്ള വാച്ച് സെക്ഷനുള്ളത് കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. നല്ല വാച്ച് കളക്ഷൻ ഇവിടെ കാണുന്നുണ്ട്. സെമി ഇവിടെ നിന്ന് അധികം പാൻസും ഷർട്ടൊക്കെ ഇവിടെ നിന്ന് എടുക്കാറുണ്ട് കേട്ടോ. നല്ലത് കിട്ടാറുണ്ട് സെമിക്ക് എന്ന് പറയാറുണ്ട് ഇവിടെ നിന്ന്. പിന്നെ ഇവിടെ കോസ്കോയിൽ കുറേ ഐറ്റംസ് കാണാം കേട്ടോ. ഇവിടെ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഇവിടെ ഉണ്ടാവാറ്. ഇനിയിപ്പോൾ ഫുഡ് ആയിക്കോട്ടെ, എന്ത് ഫുഡ് ഐറ്റംസും എല്ലാം നമുക്കിവിടെ നല്ല ക്വാളിറ്റി സാധനമായിരിക്കും ഇവിടെ കിട്ടുക. അങ്ങനെ ടാനിക്ക് ഏതായാലും ഇവിടെ നോക്കി, ഇവിടെ നിന്ന് കിട്ടിയില്ല. അപ്പോൾ അവന് ഞാൻ നൈറ്റ് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, സ്ലീപ്പ് വെയർ ഇടാൻ വേണ്ടിയിട്ട് 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വിൻ്റർ ആയപ്പോൾ അവന് രാത്രി സോക്സ് ഇട്ട് കൊടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ സ്ലീപ്പ് വെയർ പോലത്തെയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. അങ്ങനെ സെമിക്ക് ബ്ലൂ ഷർട്ട് കിട്ടിയിട്ടോ. സെമിക്ക് ലെക്കടിച്ചു. ഇനി ഞങ്ങൾക്ക് 2 പേർക്കാണ് എടുക്കാനുള്ളത്. ഇനി ടാനിക്ക് ഞാൻ വിന്നേഴ്സ് ഒരു ഓപ്ഷനുള്ളൂ, വേറെ എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 2 ദിവസം, ഇന്ന് ഫ്രൈഡേ അല്ലേ, സൺഡേ ആണ് നമ്മൾ പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുള്ളത്. ശരിക്കും ടാനിയുടെ ബർത്ത്ഡേ വരുന്നേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ അതിന് മുന്നേ പ്ലാൻ ചെയ്താണ്. ബില്ല് ചെയ്യാൻ പോണ നേരത്താണ് എൻ്റെ കണ്ണിൽ ഈ സംഭവം കണ്ടത് കേട്ടോ. അപ്പോൾ സെമിക്ക് ഈ ഒരു ടൈപ്പ് ഇഷ്ടമാണ്, ഈ വോക്ക് എന്ന് പറഞ്ഞ ഈ ടൈപ്പ് പാത്രമൊക്കെ. ചൈനീസ് സെമി നന്നായിട്ട് ഉണ്ടാക്കും. അപ്പോൾ അതിൽ അങ്ങനത്തെ ടൈപ്പ് സംഭവങ്ങളൊക്കെ മൂപ്പര് വാങ്ങിച്ചു തരും കേട്ടോ. അങ്ങനെ ബില്ല് ചെയ്യുന്ന സമയത്ത് കണ്ടപ്പോൾ നല്ല ഓഫറിന് അവരവിടെ ഇട്ടിട്ടുണ്ട്, നല്ല പ്രൈസിന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും വാങ്ങിച്ചു. ഇനി എന്തായാലും സമയമില്ല, ഇനി നേരെ ജുമക്ക് പോകണം. നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ വിട്ടു പോകും. പിന്നെ സെമിക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഷോപ്പിൽ പോകാനുണ്ട്. അപ്പോൾ ഇന്നത്തെ പർച്ചേസിങ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ പർച്ചേസിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ ഞങ്ങൾ പള്ളിയിലോട്ടാണ് കേട്ടോ പോണത്. ടാനി
ഇവിടെ വന്നപ്പോഴേ അവന് അടങ്ങി നിൽക്കുന്നില്ല. അവന് എൻ്റെ അടുത്തേക്ക് വേണം, സെമിയുടെ അടുത്തേക്ക് വരണം, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അടക്കുകയായിരുന്നു കേട്ടോ. ഇനി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ട് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിവിടെ പള്ളിയിൽ ഫുഡ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റംസ് ഇവരിവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. അതിനുള്ള ക്യാഷ് ഇവർ പള്ളിക്ക് തന്നെയാണ് കേട്ടോ ഇടാറുള്ളത്. അപ്പോൾ നമ്മൾ 2 ബിരിയാണിയാണ് വാങ്ങിച്ചത്. ബിരിയാണി വാങ്ങിച്ചിട്ട് ഇനി നേരെ വീട്ടിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇത് നെക്സ്റ്റ് ഡേ സാറ്റർഡേ എടുത്ത പർച്ചേസിങ് വീഡിയോ ആണ്. ഇത് സെമിയുടെ സിസ്റ്റർ മോനും മരുമോളുമാണ് കേട്ടോ. അവർ വരുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഫംഗ്ഷന് നാളത്തേക്ക് ആക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ നോർമലി അവൻ്റെ ബർത്ത്ഡേ ഡേറ്റിൽ വെക്കാനാണ് വിചാരിച്ചത്. പിന്നെ അവർക്ക് വരാൻ പറ്റില്ലല്ലോ വിചാരിച്ചിട്ടാണ് എടുത്തത്. ഞങ്ങളിപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തത്. എനിക്കെടുത്ത ഡ്രസ്സാണ് ഈ ബ്ലൂ ഡ്രസ്സ് കേട്ടോ. അപ്പം ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ട്രയൽ ചെയ്തപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച കളറും കിട്ടി കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇനൂന് അവൾക്ക് ജാക്കറ്റ് നോക്കുമായിരുന്നു, വിൻ്റർ ഡ്രസ്സ്. ഇന്ന് ഇനൂനാണ് ലെക്കടിച്ചത്. ഇന്ന് ഇനൂന് കുറേ ഡ്രസ്സ് കിട്ടിയിട്ടോ. അങ്ങനെ ബ്ലൂ ഡ്രസ്സൊന്നും ടാനിക്ക് കിട്ടിയില്ല. അവന് ഒരു ജാക്കറ്റ് ടൈപ്പ്, ഇത് എനിക്കൊരു പാർട്ടി വെയർ ടൈപ്പ് തോന്നിയപ്പോൾ എടുത്തതാണ്. പിന്നെയാണ് കേട്ടോ ഞാൻ ആലോചിച്ചത് ഇത് ക്രിസ്മസ് തീമാണ് വരുന്നത്. ക്രിസ്മസിന് ഗ്രീൻ റെഡ് ആണല്ലോ. പക്ഷേ കുഴപ്പമില്ല, ആ ഒരു പാർട്ടി വെയർ ഡ്രസ്സായതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അതെടുത്തു. വേറെ ഒന്നും ഇവിടെ കാണുന്നില്ല, എല്ലാം വിൻ്റർ ഡ്രസ്സാണ് കേട്ടോ. സമ്മർ കഴിഞ്ഞുകൊണ്ട് തന്നെ സമ്മർ ഡ്രസ്സൊന്നും ഇപ്പോൾ ഇവിടെ കാണാനില്ല. ഇവിടെ വിന്നേഴ്സിൽ എനിക്ക് വരുമ്പോൾ എല്ലാം നല്ലതാണ് കേട്ടോ കിട്ടാറ്. പിന്നെ കുറേ ടോയ്സും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ടാനിനെ ഞാൻ കാണാതെ സൈഡിലൂടെ കൊണ്ടുപോവുകയാണേ. കണ്ടു കഴിഞ്ഞാൽ അവന് വേണമെന്നൊന്നും പറയാറില്ല കേട്ടോ. പക്ഷേ കുട്ടികളല്ലേ, അവർക്ക് വേണമെന്ന് തോന്നുമല്ലോ. അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങളിവിടെ രാത്രി മീൻസ് രാത്രി ആയി തുടങ്ങി. ഇവിടെ വിൻ്റർ ആകുമ്പോൾ നേരത്തെ തന്നെ ഇരുട്ടാവും കേട്ടോ. അപ്പോൾ നാളെ സൺഡേ ഉച്ചയ്ക്കാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഫംഗ്ഷന്. അപ്പോൾ അതിന് മുന്നേ ഡെക്കറേഷൻ കാര്യങ്ങൾ ചെയ്യണം. ഫുഡ് ഞങ്ങൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഫുഡ് പ്ലാൻ ചെയ്ത്. പക്ഷേ ഞങ്ങൾ വീട്ടിൽ എന്തായാലും എന്തെങ്കിലും ഡെസേർട്ടും ബ്രോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ഗിഫ്റ്റ് പാക്ക് ചെയ്യേണ്ട പരിപാടികളുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇതുപോലെ ഗേൾസിന് യൂണിക്കോണും ബോയ്സിന് ഇതുപോലെ കാറുമാണ് കേട്ടോ വിചാരിച്ചത്. പിന്നെ ഞാനിത് ആമസോണിൽ വാങ്ങിച്ച ബലൂണും കാര്യങ്ങളൊക്കെയാണ്. എല്ലാം പെട്ടെന്ന് ഷടപടയെന്നായിരുന്നു. ഓർഡറിങ്ങും കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് വാങ്ങിക്കലും എല്ലാം ഒരുമിച്ചായിരുന്നു. ഇനി നമ്മളെ ഫ്രണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, ജേക്കബും ജൂലിയും. അപ്പോൾ അവരും ഉണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനെന്ന്. ഇന്ന് അവരെന്തായാലും കുറച്ച് നേരം വൈകിട്ടേ പോകുന്നുണ്ടാവുള്ളൂ. അപ്പം ഞാൻ വന്നിട്ട് ഇന്ന് ഇവർക്ക് ഫുഡ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അങ്ങനെ ഇവർ നല്ല കാര്യമായിട്ട് പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ബലൂണ് ഇതാക്കുന്ന സംഭവം അറിയില്ല കേട്ടോ. അപ്പോൾ ഈ ബലൂൺ ഇതാക്കുന്ന മെഷീനൊക്കെ ജേക്കബ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് അവർ പെട്ടെന്ന് പരിപാടി തീർത്തിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ എൻ്റെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സമൂസയും സ്പ്രിംഗ് റോളുമാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സ്പ്രിംഗ് റോളിൻ്റെ മസാല ക്രാബിൻ്റെ ഇമിറ്റേഷൻ സംഭവം നമുക്കിവിടെ കിട്ടും കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടൊരു മസാല ചെയ്തു. പിന്നെ സമൂസയ്ക്ക് ഞാൻ ചിക്കൻ മയോണൈസും ഒക്കെ വെച്ചിട്ടുള്ള ഒരു മസാല ചെയ്തു. പിന്നെ എനിക്ക് ഡെസേർട്ടിന് ആവശ്യമുള്ള പിസ്ത കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് കപ്പ് കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കേക്കിൻ്റെ കൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് ഞാൻ ഓർഡർ ചെയ്തതാണ്. അത് നാളെയല്ല ഇന്ന് രാത്രിക്ക് അത് നമ്മളെ ഫ്രണ്ട് ഇവന് കൊടുന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെ പോയി വാങ്ങിക്കണ്ടല്ലോ, അത് വിചാരിച്ചാൽ നമ്മൾ വീട്ടിൽ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ കേക്ക്. അങ്ങനെ ഞങ്ങളെ പരിപാടികൾ ഇത് ഏകദേശം കഴിഞ്ഞ് തുടങ്ങി. ഇനി ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. പിന്നെ സെമി ചിക്കനൊക്കെ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നാളത്തേക്കുള്ള ബ്രോസ്റ്റിന്. അപ്പോൾ നാളെ സെമിക്ക് ഓഫില്ല, ജോലിയുണ്ട്. നേരത്തെ പോയി നേരത്തെ വരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെമിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ ഇനും സാലു എന്നാണ് കേട്ടോ സെമിയുടെ സിസ്റ്റർ മോൻ്റെ പേര്. അപ്പോൾ അവർ രണ്ടുപേരുള്ളതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യാനുള്ളതായല്ലോ. ഇത് നമുക്ക് നാളെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് 2 കണ്ടെയ്നറിലാക്കിയിട്ട് ഇനി ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ എൻ്റെ പകുതി പണി കഴിഞ്ഞു കിട്ടുമല്ലോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരത്തെ ഉറങ്ങി. അത് കഴിഞ്ഞതാ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്, അതായത് ഫംഗ്ഷൻ്റെ അന്ന് രാവിലെ ടാനിനെ എണീപ്പിച്ചതാ അവന് ഞാൻ സർപ്രൈസ് ആക്കിയിരിക്കുകയാണ് കേട്ടോ. ബലൂണ് ചെയ്തതും ഇതൊന്നും അവൻ കണ്ടിട്ടില്ല. കാരണം അവൻ നേരത്തെ ഉറങ്ങിയിരുന്നു. ഉച്ചക്ക് ഉറങ്ങാത്തതുകൊണ്ട് തന്നെ തലേന്ന് നേരത്തെ ഉറങ്ങി. അപ്പോൾ അവനിത് സർപ്രൈസ് ആയിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടാനി ബേബി.
ഏകദേശം ഒരു സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടി ചെയ്യാനുണ്ട് കേട്ടോ. എനിക്കിവിടെ വീടൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. ഫുള്ള് മെസ്സിയായിട്ടാണ് കിടക്കുന്നത്. ഇതൊന്നും ആരും ശ്രദ്ധിക്കേണ്ട കേട്ടോ. എനിക്ക് രാവിലത്തെ കുറച്ച് വർക്കും പരിപാടികളും കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ കംപ്ലീറ്റ് ക്ലീനിങ്ങിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത്. എന്നിട്ട് എനിക്ക് ഫ്രഷ് ആവണം, ടാനിനെ ഫ്രഷ് ആക്കാനുണ്ട്. ഉച്ചയാകുമ്പോഴത്തേന് എല്ലാവരും എത്തും ചെയ്യും. അപ്പോൾ ഇന്ന് ഭയങ്കര ഒരു ഹെക്റ്റിക് ഡേ തന്നെ പറയാം. ഭയങ്കരമായിട്ട് ടെൻഷനുണ്ട് കേട്ടോ. ആ സമയം ആകുമ്പോഴത്തേന് പരിപാടികളൊക്കെ കഴിയണമല്ലോ. യമ്മി ഹാപ്പി ബർത്ത്ഡേ ടാനി ബേബി. ഓക്കെ, ഓൺ ചെയ്യാം. യമ്മിയാണോ? യമ്മി. ഓക്കെ. ഞാൻ പറയാറില്ലേ, ഞാൻ എന്ത് കുക്ക് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ടാനി എൻ്റെ പുറകെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന കാണുന്നത്. അപ്പോൾ അവനെ കൊണ്ട് ഞാൻ ഇവിടെ ഒരു സൈഡിൽ ഇരുത്തിയിട്ട് അവനും ചെയ്യണം എന്ന് ഉറപ്പിച്ച് അവനെ കൊണ്ട് ഞാൻ ബീറ്റ് ചെയ്യിച്ചാണ്. പിന്നെ ഞാനിത് ആ ഡെസേർട്ട് ഇന്നലെ കേക്ക് ഉണ്ടാക്കി വെച്ചല്ലോ, അതുകൊണ്ട് എൻ്റെ പകുതി പണി ഞാൻ പറഞ്ഞല്ലോ കുറഞ്ഞു കിട്ടിയെന്ന്. അപ്പോൾ ജസ്റ്റ് ഞാനിതാ ഇതിന് മുകളിലുള്ള ഗാർണിഷിങ് പരിപാടികൾ മാത്രമേ ഉള്ളൂ. ഇത് മറ്റേ 3 മിൽക്ക് കേക്കില്ലേ, അതാണ് കേട്ടോ. പിസ്ത വെച്ചിട്ടുള്ള ഒരു കേക്കും ആണ്, ഡെസേർട്ടാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ കപ്പ് കേക്ക് ഞാനിതാ കളർ ക്രീം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ എൻ്റെ പരിപാടി. ഇതും കൂടി കഴിഞ്ഞിട്ട് എനിക്കിനി വീട് ക്ലീൻ ആക്കണം. അത് വലിയൊരു പണിയാണ് വീട് ക്ലീൻ ആക്കുക എന്നുള്ളത്. പിന്നെ നമുക്കിവിടെ ക്ലീൻ ചെയ്യാൻ റോബോട്ട് ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇത് ലിൻഡിൻ്റെ ചോക്ലേറ്റ് ആണ് കേട്ടോ. അപ്പം ഞാൻ ഈ ചോക്ലേറ്റ് ആണ് കുട്ടികൾക്ക് ഞാൻ റിട്ടേൺ ഗിഫ്റ്റിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നത്. അത് കാണിക്കാൻ അതിന് വേണ്ടിയിട്ട് എടുത്തതാണ്. അങ്ങനെ സെമി ജോലി കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 10 മണിയായിട്ടുള്ളൂ. അപ്പോഴേക്കും സെമിയുടെ ജോലി കഴിഞ്ഞു കേട്ടോ. സെമി പാവം നേരത്തെ 6:30-7 മണിക്ക് എണീറ്റ് പോയിട്ടുണ്ട് കേട്ടോ. ഒന്ന് നേരത്തെ പേഷ്യൻറ്റിനെ കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഫ്രൈ ചെയ്യാണ് കേട്ടോ. സ്നാക്സ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ആ പരിപാടി കഴിയുമല്ലോ. ഇതിൻ്റെ ഇടയിൽ ഇവർ ബ്രോസ്റ്റിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പണി കംപ്ലീറ്റ് കഴിഞ്ഞു, ക്ലീനിങ്ങും കഴിഞ്ഞു. ഇനി എനിക്കുള്ളത് എനിക്ക് പോയി ഫ്രഷ് ആവണം, ഡ്രസ്സ് ചെയ്യണം. അതിന് മുന്നേ ടാനിനെ ഒന്ന് ചേഞ്ച് ആക്കി കൊടുക്കണം. അത് വലിയൊരു പണിയാണ്. ഈ ബ്രോസ്റ്റിൻ്റെ റെസിപ്പി എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയാണ്. പക്ഷെ അടിപൊളി ബ്രോസ്റ്റാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഏകദേശം അതിൻ്റെ ആ ഒരു ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ ഇതിന്. അതൊക്കെ കഴിഞ്ഞത് ടാനിനെ മാറ്റിക്കാനുള്ള സമയമായിട്ടോ. എല്ലാവരും വന്നു തുടങ്ങുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ ടാനിക്ക് ഞാനിതാ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുകയാണ്. അവൻ്റെ ഹെയറൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. അവൻ്റെ ഹെയർ കുറച്ചൊക്കെ ഒന്ന് വലുതായിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിൽ ജസ്റ്റ് ഒന്ന് ബണ്ണ് വെച്ചൊന്ന് ടൈ ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ഇവിടെ ഫ്രണ്ട് അവന് ഗിഫ്റ്റ് തന്നതാണ്, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഈ ഷൂ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ കൂടെ പുതിയ ഷൂ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവർ ഗിഫ്റ്റ് തന്നുകൊണ്ട് തന്നെ നമുക്കിത് ഇട്ട് കൊടുക്കാൻ ഈ ഡ്രസ്സൊക്കെ മാച്ചിങ്ങുമാണ്. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ സെമി ഏതായാലും ടാനിനെ ഇനി ബാക്കി ചേഞ്ച് ആക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവനെ സെറ്റ് ചെയ്യുന്നുണ്ട്. ടാനിയുടെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവനെ ചേഞ്ച് ആക്കി കൊടുക്കുന്നത്. സെമിയുടെ ഫ്രണ്ടുണ്ട് ജൂബി, അവനാണ് നമുക്ക് ഇവിടെ എല്ലാ ബർത്ത്ഡേക്കും നമ്മൾ എല്ലാത്തിലും ഫോട്ടോ എടുക്കാറാവറാണ് കേട്ടോ. നന്നായിട്ട് ജൂബി ഫോട്ടോ എടുക്കും. അതുകൊണ്ട് ടാനി ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ടെന്ന്. അവൻ്റെ ബർത്ത്ഡേ ആണല്ലോ, സോറി ബർത്ത്ഡേ അല്ല, ബർത്ത്ഡേ സെലിബ്രേഷൻ ആണല്ലോ. ടാനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ എല്ലാവരും വീട്ടിൽ കൂടണതൊക്കെ. പിന്നെ ഇവിടെ ഫ്രണ്ട്സിനായിട്ടൊക്കെ നല്ലോണം അവന് മിങ്കിൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പഴയ പോലെയല്ല. അപ്പോൾ ആൾക്ക് ഡെയിലി അവരെ കാണണം, എപ്പോഴും അവരെ പേര് പറഞ്ഞു നടക്കണം. ഇപ്പോൾ അവൻ നന്നായി സംസാരിക്കാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് അവൻ്റെ ഫ്രണ്ട് വാമിയാണ്. അപ്പോൾ വാമിയുടെ പുറകെയാണ് അവൻ ഫുൾ ടൈം നടക്കാറ്. റോസു അങ്ങനെ റോസു ടാനിയുടെ താഴെയാണ്, ടാനിയുടെ 6 മന്ത് താഴെയാണ് അവൾ. അങ്ങനെ എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ടാനിനെ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ അവരവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട്.
ഇങ്ങനെ ടാനി ഇങ്ങനെ. അങ്ങനെ കേക്കൊക്കെ സെറ്റപ്പാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ ഞാൻ കപ്പ് കേക്കൊക്കെ സൈഡിൽ ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഞാൻ ഈ കേക്കിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഇതോ ഈ ടോപ്പർ ഞാൻ ആമസോണിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ അത് ഞാൻ അതിന് കേക്കിൻ്റെ മുകളിൽ ജസ്റ്റ് വെച്ചെടുക്കുന്നുള്ളൂ. ഇത് നമ്മൾ വാങ്ങിച്ച കേക്കാണ്, മൂസ് കേക്കാണ്, മാംഗോ മൂസ് കേക്ക്. ഇവിടെ ഭയങ്കര ടേസ്റ്റുള്ള ഒരു കേക്കാണ്. ടാനിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഇതായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തവണയും അതിന് മതിയെന്ന് പ്ലാൻ ചെയ്തത്. പക്ഷെ കാണാൻ നമ്മൾ അവർ തീം ബേസ് ആയിട്ടൊന്നും ഇതിൽ ചെയ്യാൻ പറ്റൂല കേട്ടോ. അപ്പോൾ ഗിഫ്റ്റൊക്കെ ഇതാ ഒരു സൈഡിൽ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എനിക്കിത് റോ വീഡിയോ ആയിട്ട് ഇടാൻ നല്ല ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സൈഡിൽ പാട്ടൊക്കെ വെച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടാത്തത്, വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ് സാലുവിനും അവൻ്റെ വൈഫിനും ഇന്ന് വൈകുന്നേരം ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിന്ന് ഉച്ചക്ക് പരിപാടി പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ കേക്ക് കട്ടിങ് കഴിഞ്ഞാൽ അവർക്ക് ഫുഡ് വേഗം കഴിച്ചു പോവാലോ എന്നുള്ളതിലാണ് വേഗം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മളിവിടെ എപ്പോഴും ഈവനിങ് ആണ് ഫംഗ്ഷൻ വെക്കാറുള്ളത്. ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഉച്ചയ്ക്ക് വെക്കുന്നത്. പക്ഷെ എനിക്ക് ഉച്ചയ്ക്ക് വെച്ചതാണ് ഇഷ്ടപ്പെട്ടത്. കാരണം നമുക്ക് കുറേ സമയം ഉള്ള പോലെ തോന്നുന്നുണ്ട്. വൈകുന്നേരം ഫംഗ്ഷൻ വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, അത് രാത്രി പെട്ടെന്നാവുമല്ലോ, പെട്ടെന്ന് പരിപാടി കഴിയും. അങ്ങനെ അതിൻ്റെ ഇടയിലാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്ന് ചോക്ലേറ്റ് അതിൽ അവർക്ക് ഇട്ടിട്ടില്ലല്ലോ എന്ന്. ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് ചോക്ലേറ്റൊക്കെ ഇടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ കേക്ക് കട്ടിങ് തുടങ്ങി. ടാനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഹാപ്പി ബർത്ത്ഡേ ടു യു പാട്ട് പാടി ഇങ്ങനെ നടക്കും കേട്ടോ. കേക്കൊക്കെ കാണുമ്പോൾ അവന് കട്ട് ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാണ് പിന്നെ ഇതിനൊക്കെ നിന്ന് വരുന്നത് കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് ടാനിയുടെ ബർത്ത്ഡേ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ, ഫാമിലിയൊക്കെ ആയിട്ട്. പക്ഷേ ഇങ്ങോട്ട് വരുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് പറ്റിയില്ല. എന്തായാലും ഇവിടെ ഗ്രാൻഡായിട്ട് ആഘോഷിച്ചു. നമുക്കിവിടെ ഫ്രണ്ട്സ് അല്ലേ ഉള്ളൂ, നമ്മൾ ഫാമിലി ആയിട്ട് ഇവിടെ ആരുമില്ല. സെമിയുടെ ഉമ്മയും സിസ്റ്ററൊക്കെ നാട്ടിലാണ്, അപ്പോൾ അവരില്ല ഏതായാലും. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ജസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് കുട്ടികൾക്ക് ഇതൊക്കെയാണല്ലോ സന്തോഷം, അവർക്ക് ഗിഫ്റ്റ് കിട്ടുന്നതും അതൊക്കെ വലിയൊരു സംഭവമാണല്ലോ. ഈവൻ നമുക്കാണെങ്കിൽ പോലും ബർത്ത്ഡേ ആണെങ്കിൽ അങ്ങനത്തെ ദിവസമൊക്കെ ഗിഫ്റ്റ് കിട്ടുന്നതും എല്ലാവരും വീട്ടിൽ വരുന്നതും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആണ് നമ്മളെ ഫ്രണ്ട് ഷെഫിയാക്കാണ് ഇവിടെ റെസ്റ്റോറൻറ്റ് ഉള്ളത് കേട്ടോ. അവർ കൊടുക്കുന്ന ഫുഡാണ് ഇതെല്ലാം കേട്ടോ. നമ്മൾ പറഞ്ഞതിൽ കൂടുതൽ ക്വാണ്ടിറ്റി തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ ഡെസേർട്ട്. പക്ഷേ എനിക്ക് ഈ ഡെസേർട്ട് ഇന്ന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. എന്നും ഉണ്ടാക്കുന്ന പോലെ കേക്ക് അത്ര അങ്ങോട്ട് സോഫ്റ്റായി വന്നിട്ടില്ല. പിന്നെ സമൂസയും സ്പ്രിംഗ് റോളൊക്കെ ഫ്രൈ കഴിക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ്. എന്നാലും കുഴപ്പമില്ല, നല്ലായിരുന്നു. നമ്മൾ ഫുഡ് പറഞ്ഞിട്ടുള്ളത് മട്ടൻ കറിയും പിന്നെ അപ്പം പിന്നെ മന്തിയും അതിലേക്കുള്ള ചിക്കനുമാണ്. എന്തായാലും ബ്രോസ്റ്റ് ഞങ്ങളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം പുറത്തുനിന്ന് വാങ്ങിച്ചാണ്. പിന്നെ ഡ്രീം കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതും ഇത്രയാണ് ഫുഡ്. ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഇതുപോലെ കുറേ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തവണ കുറേ ഫുഡ് ബാക്കിയാക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇത് മാത്രം ഓർഡർ ചെയ്തത് കേട്ടോ. പിന്നെ നമ്മൾ 2 ഫ്രണ്ട്സ് നാട്ടിലാണ്. നമുക്ക് ഇത്തവണ കൂടാനും ആൾ കുറവായിരുന്നു. ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ ഭയങ്കര ഗ്രാൻഡായിട്ടായിരുന്നു കേട്ടോ, കുറേ ആളുകളുണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടുത്തെ ഹൗസ് വാമിങ്ങും ഞങ്ങളിവിടെ വീടെടുത്തിട്ടും ടാനിയുടെ ഫസ്റ്റ് ബർത്ത്ഡേയും കൂടി ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഗ്രാൻഡ് പാർട്ടി ആയിട്ട് തന്നെ നടത്തിയിരുന്നു. അപ്പോൾ ഇത്തവണ നമ്മൾ അത്ര വലിയ പാർട്ടി ആക്കേണ്ട, ഫുഡ് നമുക്ക് കുറേ വേണ്ടാന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ഐറ്റംസ് മാത്രം 2 ഐറ്റം മാത്രം ഓർഡർ ചെയ്തത്. പിന്നെ നമ്മൾ വീട്ടിലെന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണത്. ഈ ഒരു കപ്പ് കേക്കിൽ ഞാൻ കുറേ കളർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ടാനി അതെടുത്ത് കഴിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അവന് കഴിക്കുന്നുണ്ടപ്പോൾ ഞാൻ കുറേയൊക്കെ ആ ഭാഗത്തുനിന്ന് എടുത്ത് കോരിയിട്ടോ. പക്ഷേ അവൻ്റെ ഡ്രസ്സിൽ കണ്ടോ, വായിൽ കംപ്ലീറ്റ് റെഡ് കളറാണ്. ഈ കേക്കൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോഴുള്ള അവസ്ഥ ഇതന്നെയാണ്. പക്ഷേ കളർ അത്ര നല്ലല്ലോ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഞാൻ അങ്ങനെ കളർ ആഡ് ചെയ്തിട്ട് ടാനിക്ക് ഒന്നും കൊടുക്കാത്ത ആളാണ് കേട്ടോ. ഇത് ഞങ്ങളെ ഫ്രണ്ട് മെറിയാണ് കേട്ടോ. ഏകദേശം ഡെലിവറി ആവാനായി. അപ്പോൾ അവൾ ചോദിക്കുകയായിരുന്നു ഇത് ഏതാണ് കേക്ക്. അപ്പം ഞാൻ പറയാണ് ലാസ്റ്റ് ടൈമിലെ കേക്കാണെന്ന്. അപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടമായി കേക്ക് എന്ന് പറയായിരുന്നു കേട്ടോ. ഇത് ടാനിയുടെ ഒരു ഫ്രണ്ട് തന്നെയാണ്, ടാനിയുടെ സെയിം ഏജിൽ വരുന്ന ഒരു ഫ്രണ്ട് തന്നെയാണ് കേട്ടോ. കെയ്ഡൻ എന്നാണ് കേട്ടോ പേര്. ആള് ടാനി ഒരുപോലെ എന്ന് പറയും ഞങ്ങൾ. ഏകദേശം അവർ സംസാരിക്കുന്ന അവർ ചെയ്യുന്നതൊക്കെ ഒരുപോലെ തന്നെയാണ്. ഇതാണ് ഇനു. ആള് പ്രഗ്നൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തവണ അവളോട് ഇങ്ങോട്ട്
വരാൻ പറഞ്ഞായിരുന്നു, എനിക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇന്ന് ഇവിടെ ഒരു പരിപാടിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവളെ നല്ലോണം കെയർ ചെയ്യാനൊന്നും പറ്റിയില്ല. വാമി പരാതി പറയുകയാണ് കേട്ടോ. ടാനി അവൻ്റെ ഡേർട്ടി ഹാൻഡ് വെച്ച് അവളെ യൂണിക്കോണിൽ തൊട്ടു, അതാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ അവൾ ടിഷ്യൂ ചോദിക്കുമായിരുന്നു. അവൾക്ക് നല്ല ഇഷ്ടമായിരിക്കുന്നു യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ അത് പറയായിരുന്നു കേട്ടോ ആൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ നല്ല കളി നടക്കുന്നുണ്ട്. അതിനിടയിൽ അവരെ ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ അവിടെ സൈഡിൽ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ പരിപാടി ഏകദേശം ഒക്കെ തീർന്നിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് നേരം, നമുക്കിനി ഒരുപാട് സമയം ബാക്കിയുണ്ട്. വൈകുന്നേരം ആയപ്പോഴേക്കും ഫുഡിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ടാനിക്ക് ഞാൻ പരിപാടി തുടങ്ങുന്ന മുന്നേ കുറച്ച് ഫുഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ ലാവിഷായിട്ട് നടക്കുന്നത്. ടാനി അതിൻ്റെ സൈഡിൽ ആ ബലൂൺ എങ്ങനെ പൊട്ടിക്കും എന്ന് ആലോചിച്ചിരിക്കുകയാണ്. അവനും കാറ് വേണം, എല്ലാവരുടെ കയ്യിലും ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ അവനും ഞാനൊരു കാറ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് കിട്ടിയ ഗിഫ്റ്റൊക്കെയാണ് ഇത്. കുറേ ഗിഫ്റ്റ് അവന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അവൻ എന്തായാലും ഇന്നത്തെ ദിവസം നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. നാട്ടിൽ എല്ലാവരും കൂടി ആയിട്ട് അവന് ഭയങ്കര എൻജോയ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഹാപ്പിയാണ്. ഇവിടെ വന്നപ്പോഴും അവൻ ഓക്കെ ആയിക്കുന്നത്, കാരണം ഇവിടെ അവന് ഫ്രണ്ട്സ് ഉണ്ടല്ലോ. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നമ്മളെ ഫ്രണ്ടിൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. പക്ഷേ അടിപൊളിയായിരുന്നു, എല്ലാവർക്കും നല്ല ഇഷ്ടമായി. പിന്നെ ഇവിടെ ഉണ്ടാക്കിയ ഫുഡും നല്ല തന്നെ ആയിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് കേട്ടോ പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ വിൻ്റർ ആവാനായില്ലോ, അപ്പോൾ പുറത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഫോട്ടോ സെഷൻ പരിപാടികളൊക്കെ ഇനി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ ജുബിയുടെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കുമ്പോൾ ആള് വലിയ ക്ഷമയാണ്. ടാനിയൊന്നും ഫോട്ടോക്ക് നിൽക്കാത്ത ആളാണ്. നിങ്ങളെന്താ അവിടെ നിൽക്കുന്ന എല്ലാവരും? ഉമ്മ വരൂ. ടാനി അനി ഹഗ് ചെയ്യാ വരുന്നേ. ടാനിക്ക് ഏതാ വേണ്ട? ഓക്കെ, അത് ചൂസ് ചെയ്ത് അതാരെന്നാ? ഓക്കെ, അത് ഓപ്പൺ ആക്കാൻ പറ്റുമോ? ഓക്കെ, യു വാണ്ട് സിസേഴ്സ്? ഓക്കെ, ഞാൻ ചെയ്തരണോ? അവനിരുന്നു. നോ, യു നീഡ് ഹെൽപ്പ്? ഓക്കെ. ദിസ് വൺ ഇതാണോ? ഓക്കെ, ഇതേതാണ്? ഓക്കെ, ഇത് ഈ കളർഫുൾ ഇത്. ഓക്കെ, ഇതാ നെക്സ്റ്റ് ടോയ്. അത് പീസ് അല്ലേ? ഇതാ, യു കെൻ ചൂസ് ദാറ്റ്. ചൂസ് ചെയ്താനി ടാനി ഏതാ വേണ്ട? അതില് ഏതാ വേണ്ട? ഏത് ടോയാ വേണ്ട? ഓർഡർ വൈസ് സെലക്ട് വാമി ചെയ്താണോ? Can you show me വാമിക? വാങ്ങിക്കാൻ പോയിട്ട് തിരിച്ചു പോന്നാ ചൈനീസ് കാർ. ഓക്കെ, ഇഷ്ടായോ? വാവ് എന്ന് പറഞ്ഞേ. അവിടുത്തെ കൊണ്ടോ വാ. ടാനി നോക്കട്ടെ, ഡാഡ നോക്കട്ടെ, ടാനി നോക്കട്ടെ. ടാനി, ഓ വാവ്. ഷോക്ക് കഴിക്കണല്ലോ, എന്താ ഇവിടെ സംഭവം? സെയിം ആണോ? എല്ലാം ഡിഫറെന്റാ. കാറ്റിന്റെ വേറെ ഒരു ടൈപ്പ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതെ. ഓക്കെ, ഓപ്പൺ ഇറ്റ്.
new shoe. You have a look. You even have a t-shirt. Wow. ഇതിൽ ബാറ്ററി ഉണ്ടാന്നാവട്ടോ. Here. This, I think this is for your shoes. Okay. Put these away. അത് നീ വാങ്ങിച്ചതാ. ബാറ്ററി ഇടുക. Oh, nice. ഇതാരായിരുന്നു? ഇതാരായിരുന്നു? ഇനി ആരെ തരാ? അല്ല ഇത് വേറെ ആണല്ലോ. ജുബി ഏതാണ്ട് ഡ്രസ്സ് വാങ്ങിച്ചോ. ഒന്നും വിചാരിക്കണ്ട, പണിക്കിറക്കാൻ പോവാ കേട്ടോ. നാളെ ഞങ്ങള് കളിച്ചു വരും. ഡബിൾ ഉണ്ടെങ്കിൽ മാറ്റി കോമഡി ആസ്വദിക്കുക സൂഹിക്കുക She's never coming off this thing. അങ്ങനെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കണം കേട്ടോ. എല്ലാവരും പോകുമ്പോൾ അവന് ഇഷ്ടമില്ല ആരും പറഞ്ഞു വിടാൻ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയെന്ന് പറയാൻ ഇത് വലിയൊരു വീഡിയോ തന്നെയായിരുന്നു. അങ്ങനെ ഇവർ 2 ടെസ്ല കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാർ ഷോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വലിയ പ്രഹസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ഒരു ഡേ നല്ല അടിപൊളി ഒരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.